എല്ലാവരും ലൈബ്രറി കൗൺസിലിന്റെ സെക്രട്ടറി ശ്രീ വി കെ അങ്ങനെ ലൈബ്രറിയുടെ ക്രിയാത്മകമായ പ്രവർത്തനം നടക്കുമ്പോൾ അതിനൊരു ആസ്ഥാനം എന്നത് കുടുംബാംഗങ്ങള് ഏറെക്കുറെയുള്ള വിശിഷ്ട വ്യക്തികളെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ എല്ലാവർക്കും ലഭിക്കുന്നതുമായ അദ്ദേഹത്തെ വിളിക്കുന്നത് വി കെ മധുവരനെ വനാദരവോടുകൂടി ഈ വേദിയിലേക്ക് അഭിമാനകരമായ ഒരു ചടങ്ങിനാണ് നമ്മൾ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ മണ്ണിൽ ഒരുപാട് പ്രത്യേകതകൾ മഹാരഥന്മാർ ഈ മേഖലയിൽ ഇന്ന് കാണുന്ന എല്ലാ നേതാക്കളോടുകൂടി കാഞ്ഞങ്ങാട് കൗരാവലിക്ക് വേണ്ടി കാഞ്ഞങ്ങാടിന് വേണ്ടി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം 5ാം ലൈബ്രറി കൗൺസിലിന്റെ കാലത്താണ് 2020 ഭൂമിയിൽ പ്രവർത്തിച്ച സ്വന്തമായ ഒരു കെട്ടിടം വേണം എന്നതിന് നായരും അതുപോലെ തന്നെ കൈമാധവനും അതുപോലെ ഒട്ടനവധി ഏറ്റവും പ്രസക്തമായിട്ടുള്ളത് യഥാർത്ഥ ഡിജിറ്റൽ ലിറ്ററസി സെക്രട്ടറി പ്രസിഡന്റ് വേദിയിൽ സന്നിഹിതരായിട്ടുള്ള സ്നേഹ ബഹുമാന്യരാണ് ആ വിദ്യാഭ്യാസ മേഖലയെ നെറുകയിലേക്ക് കൈപിടിച്ചുയർത്തി ഒരുപാട് ആളുകൾ അവരുടെ പ്രവർത്തനം കൊണ്ട് കർമ്മം കൊണ്ട് ഇന്ന് അപ്പോൾ ലൈബ്രറികൾക്ക് പ്രവർത്തനത്തിന് കേരളത്തിന് തന്നെ മാതൃകയാകത്തക്ക നിലയിലേക്ക് മികച്ച പ്രവർത്തനം ഒരുപാട് ആളുകൾ അവരുടെ പ്രവർത്തനം കൊണ്ട് കർമ്മം കൊണ്ട് ഇന്ന് അപ്പോൾ ലൈബ്രറികൾക്ക് പ്രവർത്തനത്തിന് കേരളത്തിന് തന്നെ
ലൈബ്രറി കൗൺസിൽ സ്വന്തമായ കെട്ടിടങ്ങൾ സാധ്യമാവുകയാണ്. തെക്കൻ മേഖലയിലേക്കാണ് നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത്. ബഹുമാന വിശിഷ്ടനായ ടി.എൻ. പണിക്കർ അദ്ദേഹം കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കൊടുക്കുകയും ശക്തമായ നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്തത് അത് കേരളത്തിൽ വലിയ ഒരു മാറ്റത്തിന് വഴിതെളിക്കുകയായിരുന്നു. ഇന്ന് നമുക്ക് വായിക്കുവാൻ, വിവരങ്ങൾ ശേഖരിക്കുവാൻ, പുസ്തകങ്ങൾ ലഭ്യമാകുവാൻ നിരവധി മാർഗങ്ങളുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ വായന എല്ലാവർക്കും ലഭ്യമല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത് അല്ലെങ്കിൽ ഗ്രന്ഥശാലകൾക്ക് തുടക്കം കൊടുത്ത് കേരളത്തിൻ്റെ നവോത്ഥാന മുന്നേറ്റത്തിനും കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തെ കുതിച്ചുകയറ്റത്തിനുമെല്ലാം ഈ ഗ്രന്ഥശാല പ്രസ്ഥാനവും ടി.എൻ. പണിക്കരും വലിയ പങ്ക് വഹിച്ചതെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഒരു കാലത്ത് നമ്മുടെ പ്രാദേശിക തലത്തിൽ ഗ്രാമങ്ങളിൽ ലൈബ്രറികൾ അറിയപ്പെട്ടിരുന്നത് ഗ്രാമങ്ങളിലെ സർവകലാശാലകൾ എന്ന നിലയിലായിരുന്നു. അതുകൊണ്ടാണ് മഹാനായ സുകുമാർ അഴീക്കോട് ടി.എൻ. പണിക്കരെ കുറിച്ച് പറഞ്ഞത് കേരളത്തെ സത്യപ്രകാശത്തിലേക്ക് നയിച്ച സൂപ്പർ വൈസ് ചാൻസലർ ആയിരുന്നു അദ്ദേഹം. ഒരർത്ഥത്തിൽ ഒരു സംശയവും വേണ്ട. ഇന്ന് കേരളം കാണുന്ന സാമൂഹിക പുരോഗതിക്ക് അല്ലെങ്കിൽ നവോത്ഥാന മുന്നേറ്റം നമുക്ക് സാധ്യമായതിന് ഗ്രന്ഥശാല പ്രസ്ഥാനം വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് എന്നതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. അങ്ങനെ ബഹുമാനപ്പെട്ട ടി.എൻ. പണിക്കർ ഗ്രന്ഥശാല മുന്നേറ്റ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിൽ മലബാർ മേഖലയിൽ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച സമുന്നതനായിട്ടുള്ള വ്യക്തിയായിരുന്നു വിദ്വാൻ കെ.കെ. നായർ. ഈ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഗ്രന്ഥശാലകൾ ഒന്നൊന്നായി പടുത്തുയർത്തുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ സന്നിഹിതരാണ്. എന്തായാലും ഹോസ്പൂരിൽ താലൂക്ക് ലൈബ്രറി കെട്ടിടത്തിന് അദ്ദേഹത്തിൻ്റെ കുടുംബം നൽകിയ സംഭാവന കൂടി ഉൾപ്പെടുത്തി ഒരു മനോഹരമായ കെട്ടിടത്തിൻ്റെ ഭാഗമായി ഒരു ഫ്ലോർ അതിനുവേണ്ടി നിർമ്മിക്കപ്പെട്ടു എന്നുള്ളതിലും വളരെയധികം സന്തോഷമുണ്ട്. ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്, നന്ദിയോടെ സ്മരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വായനയെ കുറിച്ച് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയാറുണ്ട്. വായന മരിക്കുന്നു എന്നൊക്കെ വിമർശനം ഉന്നയിക്കുന്നവരുണ്ട്. പക്ഷെ വായനയുടെ രീതിയിൽ മാറ്റം വന്നു എന്ന് അതിനെ നോക്കിക്കാണുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പഴയ നിലയിൽ നമുക്കൊരു ഗ്രന്ഥശാലയിൽ പോയി ഒരു പുസ്തകം എടുത്ത് വായിച്ചാലേ വായനയാകൂ എന്ന നിർബന്ധമൊന്നുമില്ല. ഇന്നിപ്പോൾ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ വളർച്ചയോടുകൂടി നമുക്ക് നമ്മുടെ വിരൽത്തുമ്പിൽ എന്തും ഏത് വിവരവും ലഭ്യമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വായന കുറെ കൂടി സുഗമമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ വായന കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക, ശരിയായ വായന പരിശീലിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ കൃത്യമായി തിരിച്ചറിയുവാൻ ലൈബ്രറിയിലുള്ള പ്രസ്ഥാനമാണ് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ. അപ്പം അതുകൊണ്ട് തന്നെ ഒരു 10,000-ഓളം അംഗ ലൈബ്രറികൾ നിരന്തരം നാടിൻ്റെ നന്മ ഉയർത്തിപ്പിടിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഈ വേദിയിൽ പങ്കെടുക്കുന്ന മറഞ്ഞുപോയെങ്കിലും സ്വാഗതം ആശംസിക്കുക. നമ്മുടെ തമിഴന്മാർക്ക് ഈ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി